എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 3, 6, 9 എന്ന് പറയുന്ന ഈ 3 നമ്പറും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും നടന്ന് അടുക്കാനായിട്ട് അല്ലെങ്കിൽ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നതും. അങ്ങനെ നമ്മൾ അതുമായിട്ട് കണക്റ്റഡായി നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതം മാറി മറിയും എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ആ ഒരു 369 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ പ്രത്യേകത വെച്ചിട്ട്, ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളുടെ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലേക്ക്, റിയാലിറ്റിയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ഒരു സ്നേഹം, പോസിറ്റീവ് എനർജി, സജഷൻസ്, മോട്ടിവേഷൻ എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഇവിടെ 3, 6, 9 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്നത് എനർജിയെ സൂചിപ്പിക്കുന്നു, 6 എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നു, 9 എന്ന് പറയുന്നത് വൈബ്രേഷനെ സൂചിപ്പിക്കുന്നു. ഇത് എന്തിനെ എവിടെ സൂചിപ്പിക്കുന്നു, ആരിൽ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു എനർജി വൈബ്രേഷനെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നമ്മളുടെ ആ ഒരു എനർജിയുടെ ഷിഫ്റ്റിംഗ് നടത്തിയതിന് ശേഷം നമുക്ക് എല്ലാം ആ ഒരു പ്രപഞ്ച ശക്തിയാണ് നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ പോലും അറിയാതെ, നമ്മൾ ഒന്നും ആവശ്യപ്പെടാതെ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ നമ്മൾ യാതൊരു കാര്യങ്ങളും ചെയ്യാതെ, ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ ടെക്നിക്ക് മാത്രം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നിട്ട് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണെന്നാണ് ഒരു പൊതുവെയുള്ള ധാരണ. ഞാനതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആ കാര്യം ചെയ്യാനുള്ള ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്ത് ആ ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു, ആ ഒരു മോഡിലേക്ക് നമ്മളെ മാറ്റുക, ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ എനർജിയെ ഉയർത്തുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഒരു LDC എക്സാമിനേഷൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ നേടിയെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ആ പരീക്ഷ നന്നായിട്ട് എഴുതണം, എനിക്ക് ആ ജോലി വേണം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വേണം എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് നമ്മളെ ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ ഉയർത്തുക എന്ന് പറയുമ്പോൾ എനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞു, അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ വന്നു, ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ ഒരു 15 അല്ലെങ്കിൽ ഒരു മാസമായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്താ പറ്റുക, നമ്മളുടെ ആ ഒരു എനർജി വൈബ് അങ്ങ് മാറും. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും ഇങ്ങനെ ചാടിത്തുള്ളി എന്നെക്കൊണ്ടത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം നേരത്തെ ഉള്ള രീതിയിൽ മറ്റുള്ളവരുടെ വാക്കൊക്കെ കേട്ട് നീ എന്തിനാ പഠിക്കുന്നത് എന്നുള്ള രീതിയൊക്കെ മാറിയിട്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തിനെ നേടിയെടുത്തു എന്നുള്ള രീതിയിൽ നമ്മളുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷയിലൊക്കെ നമ്മളുടെ ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, നമ്മളുടെ ആ ഒരു സൗന്ദര്യവർദ്ധന ഒക്കെ വന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാ പോകുന്നത്, എനിക്ക് ജോലി കിട്ടി, ഇന്നടുത്ത് ജോലി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ജോലി കിട്ടിയോ, ഓക്കെ നന്നായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ജോലിക്ക് പോവുകയും, അതുപോലെ ആ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ പല ആളുകളെ കാണുകയും നമ്മുടെ ഹയർ ഓഫീസേഴ്സ് എങ്ങനെയുണ്ട് ജോലിയൊക്കെ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ, ഫയലൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫയലൊക്കെ എഴുതിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് അത്രത്തോളം ഒരു പ്രോത്സാഹനമൊക്കെ തന്ന് പിന്നെ നമ്മളുടെ ആ ഒരു തരത്തിനനുസരിച്ചുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കിട്ടി ആ ഒരു ലെവലിലേക്ക് നമുക്ക് നമ്മളെ ഉയർത്തിയെടുക്കുക. പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമുക്ക് എല്ലാ മാസവും 1-ാം തീയതി നമുക്ക് ഗവൺമെൻറ് സാലറി കിട്ടുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മളുടെ ആ ഒരു ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് ആ റാങ്ക് ലിസ്റ്റിൽ വേണം എന്നന്നേരം ആ ഒരു ലെവലിൽ നിന്ന് നമുക്കങ്ങ് കിട്ടിക്കഴിഞ്ഞിട്ട് ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്യുക. അതാണ് നമ്മളുടെ എനർജി ഫ്രീക്വൻസി, ആ വൈബ്രേഷനെ ഷിഫ്റ്റ് ചെയ്ത് ഹൈ ലെവലിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക.
അങ്ങനെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എല്ലാം ചെയ്യുക. അതിൻ്റെ കൂടെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും കൂടെ, അല്ലെങ്കിൽ എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പണം വേണം, അപ്പോൾ നമുക്ക് പണം വേണം, അത്രയും പണം നമുക്ക് കിട്ടുമോ, കിട്ടിയെങ്കിൽ എന്നുള്ള ആഗ്രഹത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി ആ കിട്ടിയ കാശിനെ നമുക്ക് ദൂർത്തടിച്ച് കളയണോ, അതോ എഫക്റ്റീവായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, എന്താണ് എനിക്ക് ചെയ്യേണ്ട കാര്യമെന്ന് കരുതി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മളുടെ ആ ഒരു മണി ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു മൈൻഡ് സെറ്റിനെ നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എന്നെക്കൊണ്ടത് കഴിയും, എന്നെക്കൊണ്ട് മാത്രമേ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കൂ, അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹത്തിനെ നിറവേറ്റി കഴിഞ്ഞു, ആ ഒരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഉയർത്തി നിർത്തുക. എന്നിട്ട് നമ്മളെപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആവുക. ഇത്രത്തോളം എൻ്റെ ആ ഒരു എനർജി ലെവലിന് വളരെ ഷിഫ്റ്റിംഗ് ഒക്കെ വരുത്തി ഇത്രയും ഹൈ എനർജി വൈബ്രേഷൻ ലെവലിൽ എന്നെ ഉയർത്തി നിർത്തിക്കൊണ്ട് ഇത്രയും എന്നെ കൊണ്ട് സാധിച്ചെനിക്ക് ഞാൻ ആഗ്രഹിച്ച ആഗ്രഹം, മറ്റുള്ളവരാഗ്രഹിച്ചതല്ല, ഞാൻ ആഗ്രഹിച്ച ആഗ്രഹത്തിനെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് എൻ്റെ കൺമുന്നിൽ അല്ലെങ്കിൽ എൻ്റെ സെൻസറി സിസ്റ്റത്തിൻ്റെ മുന്നിൽ സ്റ്റാമ്പ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് നേടിയെടുക്കാനായിട്ട് ആ പ്രപഞ്ചശക്തി എന്നെ സഹായിച്ചു. അതിന് ഞാൻ എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 369 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന് 2 രീതിയുണ്ട്. ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് ഒരു 6 തവണ, രാത്രി ഒരു 9 തവണ നമുക്ക് എന്താണോ നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക. അപ്പോൾ അയാം, അല്ലെങ്കിൽ മലയാളത്തിലായാലും മതി, ഞാൻ അബണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, സൗന്ദര്യവതിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പറയുന്ന സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞു, കിട്ടിയതിന് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പണം കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ രാവിലെ 3 തവണ, വൈകിട്ട് ഉച്ചയ്ക്ക് 6 തവണ, രാത്രി 9 തവണ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു 41 ദിവസം എഴുതുക. അപ്പോൾ ഇതിങ്ങനെ എഴുതുമ്പോൾ നമ്മളുടെ എനർജി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓൾറെഡി ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത സ്റ്റെപ്പിലേക്കാണ് പിന്നെ നമ്മളുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന എന്നുള്ള ഒരു വൈബിൽ നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ഇനി അത് കിട്ടിക്കഴിഞ്ഞ കാര്യം ആരും നമ്മളിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോവില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മനസ്സിന് കിട്ടുമോ, കിട്ടത്തില്ലെങ്കിലോ, ഞാൻ ഇത്ര ആഗ്രഹിച്ചതല്ലേ എന്നൊരു ചോദ്യവും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ബിക്കോസ് അത് നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ആ ഒരു രീതിയിൽ അവിടെ ആ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിൽ നമ്മൾ ആക്കിയെടുത്തു. ആഗ്രഹം കിട്ടിക്കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള ലെവലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളൊരു 41 ദിവസം ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ എഴുതുക. രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, രാത്രി ഒരു 9 തവണ. അത് ഒരു ടെക്നിക്ക്. ഇതിന് സമയമില്ല. രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞൊരു 3 തവണ, ഉച്ചയ്ക്ക് ഏത് സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ, രാത്രിയിൽ നമ്മൾ 9 തവണ ആ ഒരു രീതിയിൽ. പക്ഷേ ഈ 41 ദിവസവും ഈ പറയുന്ന സമയം കൃത്യമായിട്ട് ആ ടൈം തന്നെ നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുകയല്ല, എഴുതണം. ഇനി രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതായത് 3, 6, 9 എന്നുള്ള രീതിയിൽ രാവിലെ 3 തവണ, ഉച്ചയ്ക്കും 6 തവണ, വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയിൽ 9 തവണ എഴുതുന്ന ആ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹത്തിനെ ഞാൻ നേടിയെടുത്ത് കഴിഞ്ഞു, പ്രപഞ്ചശക്തി എനിക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 3 തവണ നമ്മളുടെ ഇൻറ്റൻഷൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജോലി കിട്ടി, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജോലി, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ആ ഒരു പരീക്ഷ, എന്താണെങ്കിലും ശരി തന്നെ ആ നമ്മുടെ ഇൻറ്റൻഷൻ നമ്മൾ 3 തവണ എഴുതുക.
പിന്നെ ഉച്ചയ്ക്ക് 6 തവണ നമ്മൾ ക്ലെയിം ചെയ്യുകയാണ്. അതായത് എനിക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് അടിയുറച്ച വിശ്വാസമാണ്. മരണത്തിൻ്റെ സമയത്ത് പോലും ആ ഒരു ശക്തി എന്നെക്കൊണ്ട് എന്തെല്ലാം ഈ ഭൂമിയിൽ എനിക്ക് ചെയ്യണോ അതെന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടേ മരണം എന്നെ കൊണ്ടുപോവുകയുള്ളൂ. അപ്പോഴും ആ ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഞാൻ ക്ലെയിം ചെയ്യുകയാണ്. അതായത് എൻ്റെ ആഗ്രഹം എനിക്ക് ആ പ്രപഞ്ചശക്തി തന്നു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആഗ്രഹം കിട്ടി, എനിക്ക് ആ ജോലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കിട്ടി, ഞാൻ റിസീവ് ചെയ്തു. അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ ഞാൻ റിസീവ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ വളരെ അബണ്ടൻ്റാണ്, ഞാനൊരു മണി മാഗ്നറ്റാണ്, എവിടെ ചെന്നാലും പണം എന്നിലേക്ക് ഇങ്ങനെ മഴ പോലെ ഒഴുകും, എനിക്കതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും കൂടുതൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിനെ യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 6 തവണ എഴുതുക. പിന്നെ രാത്രി 9 തവണ നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന ഒരു മോഡിൽ എനിക്ക് ആ ആഗ്രഹത്തിനെ നേടിത്തന്ന പ്രപഞ്ചശക്തിയോട് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ആഗ്രഹത്തിനെ എഴുതിയിട്ട് താങ്ക് യു യൂണിവേഴ്സ്, ആഗ്രഹത്തിനെ എഴുതിയിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ രാവിലെ 3 തവണ നമ്മുടെ ഇൻറ്റൻഷൻ എഴുതുക, ഉച്ചയ്ക്ക് 6 തവണ നമ്മളത് ക്ലെയിം ചെയ്തുകൊണ്ട് എഴുതുക, രാത്രി 9 തവണ നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് കിട്ടിയതിന് യൂണിവേഴ്സിന് താങ്ക്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ എഴുതുക. ഇതും ഒരു 41 ദിവസം നമ്മൾ ഈ രീതിയിൽ ഈ മെത്തേഡിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ആഗ്രഹം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു പ്രോസസ്സ് നമ്മൾ 41 ദിവസം ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ജോലി കിട്ടി എന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയിൽ അത്രയും വൈബ്രേഷനെ ഉയർത്തിക്കൊണ്ട് നിന്ന് നമ്മളുടെ സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്യുക. അതിനുശേഷം നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ലാതെ ആ ബോൾ ഡ്രോപ്പ് ചെയ്യുന്നത് പോലെ ആ ഒരു കാര്യം കഴിഞ്ഞു, നമ്മളിങ്ങനെ ഒരു കാര്യം നടത്തി, ആ ഒരു കാര്യം കഴിഞ്ഞു, ആ ഒരു ഫ്രീക്വൻസി അതങ്ങനെ അങ്ങ് പോയിട്ട് തിരിച്ച് ആഗ്രഹവുമായിട്ട് നമ്മളുടെ ഒരു ഫിസിക്കൽ വേൾഡിലേക്ക്, റിയാലിറ്റിയിലേക്ക് അത് നമുക്ക് ആ ഒരു നമ്മളുടെ ആഗ്രഹം പൂർത്തീകരണത്തിൻ്റെ രീതിയിൽ നമ്മളിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് 369 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഒരുപാട് രീതിയുണ്ട്, അതിൽ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയ 2 രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു തെറ്റായ ഒരു പ്രവണത ഇപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടതിലൂടെ മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.